നമസ്കാരം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനെയും അദ്ദേഹത്തിന്റെ പത്നിയെയും നടു റോഡിലിട്ട് ആക്രമിക്കാൻ കോൺഗ്രസുകാർ തയ്യാറായ സംഭവം സാർവത്രികമായിട്ട് അപലപിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരെയെങ്കിലും വിമർശിച്ചതിന്റെ പേരില് മാധ്യമ പ്രവർത്തകർക്ക് തെരുവിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസുകാര് ഇവിടെ നടത്തിയിരിക്കുന്നത്. തങ്ങൾക്കെതിരായ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം ഈ രാജ്യത്ത് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കണം. മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ്, മറുപടി പറയാനുള്ള ചങ്കുറപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് മൂന്നാംകിട അക്രമ പരിപാടികളുമായിട്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ തിരിയാൻ ഇക്കൂട്ടര് തയ്യാറാകുന്നത്. കോൺഗ്രസിന്റെ തലപ്പത്തുള്ള നേതൃത്വം, കോൺഗ്രസിന്റെ നേതാക്കന്മാര് എത്രമാത്രം ബുദ്ധിരഹിതമായിട്ടാണ് പെരുമാറുന്നത് എന്നതും കൂടി ഈ റിപ്പബ്ലിക് ടിവിയുടെ ചീഫ് എഡിറ്റർ അർണബ് ഗോസ്വാമിക്കെതിരായ അക്രമത്തെ കാണിച്ചു തരും. രാജ്യമെമ്പാടും ഒറ്റക്കെട്ടായി നിന്ന് അപലപിക്കേണ്ട സംഭവമാണിത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. മാധ്യമ പ്രവർത്തകരുടെ നേരെയുള്ള കടന്നുകയറ്റമാണ്. അതിനെ നിസ്സാരവൽക്കരിച്ചുകൂടാ. ദൗർഭാഗ്യവശാൽ സോണിയാഗാന്ധിക്കെതിരായിട്ടുള്ള വിമർശനത്തിന്റെ പേരിലാണ് ഈ അക്രമം ഉണ്ടായത് എന്നത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ മൗനം പാലിക്കുന്നു എന്നതും നമുക്ക് കാണാതെ പോയിക്കൂടാ. ഇത് ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. അത് സമഗ്രമായിട്ട് രാജ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്താണ് പ്രശ്നത്തിന് തുടക്കമെന്നും കൂടി ആദ്യമേ ആലോചിക്കാം. കാരണം ചരിത്രം അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിലെ പഹൽഗാറില് 2 ഹിന്ദു സന്യാസിമാർ ഉൾപ്പെടെ 3 പേര് നിഷ്കരണം കൊല്ലപ്പെട്ടത് നമ്മളേറെ ചർച്ച ചെയ്തതാണ്. അത് നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ്, കോൺഗ്രസ് ഭരണം കൈയാളുന്ന സംസ്ഥാനത്താണ് എന്നതാണ് അർണബ് ഗോസ്വാമി ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തെ ഒരു പ്രശ്നം അർണബ് ചൂണ്ടിക്കാട്ടിയത്, ഈ 2 ഹിന്ദു സന്യാസിമാര് പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നാവ് അനക്കിയില്ല, മിണ്ടിയില്ല, ഒരു വാക്ക് പ്രതിഷേധം ഉച്ചരിച്ചില്ല. ഇവിടെ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ആയിരുന്നുവെങ്കിൽ, ഒരു മൗലവി ആയിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു സോണിയാഗാന്ധി പ്രതികരിക്കുമായിരുന്നത് എന്ന ചോദ്യമാണ് അർണബ് ഗോസ്വാമി ഉന്നയിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ ഇനിയുമുണ്ട്. അർണബിന്റെ കമന്റിലേക്ക് നമുക്ക് വരാം. പക്ഷെ ന്യായമല്ലേ അദ്ദേഹം ഉന്നയിച്ച വിഷയം? ഒന്ന്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായത്, അപലപനീയമായ കൊലപാതകമുണ്ടായത്, കൂട്ടക്കൊലയുണ്ടായത്. 2, ആ സംഭവത്തെ പരസ്യമായിട്ട് അപലപിക്കാൻ എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് തയ്യാറായില്ല? അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗം ആയിരുന്നില്ലേ? ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ചാൽ എങ്ങനെയാണ് വലിയ പാതകമാകുന്നത്? സോണിയാഗാന്ധി ഇറ്റലിക്കാരിയാണ്, ആന്റോണിയോ മെയ്നോ എന്നാണ് അവരുടെ പേര്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ, കൊല ചെയ്യപ്പെട്ടതെങ്കിൽ എന്തായിരുന്നു അവർ പറയുക എന്ന കാരണം ചോദിച്ചത് ന്യായമല്ലേ? അങ്ങനെ ചിന്തിക്കാൻ ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് സോണിയാഗാന്ധിയെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരി തിരിച്ചറിയേണ്ടതായിരുന്നില്ലേ?
സോണിയാഗാന്ധി ഉപദേശിക്കുന്നു എന്ന് നടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാര് അത് ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നില്ലേ? അപ്പോ പ്രശ്നം യഥാർത്ഥത്തിൽ സോണിയയുടെ പക്ഷത്താണ്. ഇത്രയും വലിയ കൂട്ടക്കൊല നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റില്, സോണിയാഗാന്ധി പ്രസിഡന്റായിട്ടുള്ള പാർട്ടിയുടെ ഭരണത്തിന്റെ കീഴില് അത് തെറ്റായി പോയി, അത് അപലപിക്കപ്പെടേണ്ടതാണ് എന്ന് തുറന്നു പറയാൻ മടിച്ചു. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാതെ പോകാൻ പറ്റുമോ? അർണബ് വേറെ ചില കാര്യങ്ങളും കൂടി പറഞ്ഞാൽ അതിലേക്കും കൂടി വരാം. ഇറ്റലിയിലേക്ക് സോണിയാഗാന്ധി ഒരു സന്ദേശം അയക്കും. തന്റെ പാർട്ടി ഭരണത്തിലുള്ള സംസ്ഥാനത്ത് 2 ഹിന്ദു സന്യാസികളെ കൂട്ടക്കൊല ചെയ്തു. ആ സന്ദേശം ചെല്ലുമ്പോൾ ഇറ്റലിയിൽ നിന്ന് സോണിയാഗാന്ധിക്ക് കയ്യടി കിട്ടും. ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകർ പറയേണ്ടി വരുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം? ഇവരുടെ കപട മുഖം കൊണ്ടല്ലേ അതൊക്കെ ഉണ്ടാകുന്നത്? അവരുടെ കപട മനസ്സുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്? ഇത്തരം വിമർശനങ്ങൾ പൊതുരംഗത്തുള്ളവർ കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ? ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ ഞാനൊരു ട്വീറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യമെമ്പാടും നടന്ന് ഈ സോണിയാഗാന്ധിയുടെ പുത്രൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ? നാട് മുഴുവൻ നടന്ന് ചോർ എന്ന് വിളിച്ചില്ലേ ആ മനുഷ്യൻ? കോടാനുകോടി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ പോലെ നടക്കുന്ന ഒരാള് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, ഒരിക്കലും ആക്ഷേപത്തിന്, അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചില്ലേ? സുപ്രീം കോടതി ആ ആക്ഷേപമെല്ലാം കാറ്റിപ്പറത്ത് എഴുതി തള്ളിയില്ലേ? കൊട്ടയിലിട്ടില്ലേ അവര്? ആ ആക്ഷേപങ്ങളിൽ തരിമ്പ് പോലും കഴമ്പില്ലെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചില്ലേ ഏകകണ്ഠമായി വീഴ്ത്തി? അതിനുശേഷം മനുഷ്യൻ ഒരു വാക്ക് മാപ്പ് എന്ന് പറഞ്ഞോ? അതിനുശേഷം ആ സോണിയാഗാന്ധിയുടെ മകൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞോ എവിടെയെങ്കിലും? ഒളിപ്പില്ലാതെ നാട് മുഴുവൻ നടക്കുകയല്ലേ അയാൾ ഇന്നും? ആണവും മാനവും ഇല്ലാത്ത രാഷ്ട്രീയക്കാരന്റെ പരിവാറാണ് സോണിയയുടേത് എന്നല്ലേ അത് നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്? രാഷ്ട്രീയത്തിൽ ചില സംസ്കാരമുണ്ട്. ഇന്ത്യയിലെ രാജനീതി എന്നാണ് രാഷ്ട്രീയത്തെ പറയാറുള്ളത്. അതിനൊരു സാംസ്കാരിക മഹിമയുണ്ട്. അത് ഇറ്റലിയിൽ ഉണ്ടാവില്ല, അത് റോമിലും ഉണ്ടാവില്ല. രാഷ്ട്രീയം തൊഴിലാക്കാതെ, രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരാതെ വേറെ ചില പണിയെടുത്തിട്ട് രാഷ്ട്രീയ കുടുംബത്തിൽ വന്ന് കയറിയതിന്റെ പേരിൽ രാഷ്ട്രീയക്കാരെ ആയവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഇന്ത്യയുടെ സംസ്കാരം ഉൾക്കൊള്ളണം, രാഷ്ട്രീയ സംസ്കാരമെങ്കിലും. അതിന്റെ ദോഷമാണ് ഈ കുടുംബത്തിനുള്ളത്. ഈ മാധ്യമ പ്രവർത്തകരുടെ, അർണബ് ഗോസ്വാമിയെ പോലുള്ള ഒരു രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെയും ഭാര്യയും അതും അർദ്ധരാത്രിക്ക് ശേഷം ആക്രമിച്ചിട്ട് തങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് ഇവർക്ക് കരുതുന്നുണ്ടോ? വിമർശനത്തിന് അതീതമായിട്ട്, ഞാൻ ആക്രമണമെന്നല്ല ഉദ്ദേശിക്കുന്നത്, വിമർശനത്തിന് അതീതമായിട്ട് ജീവിക്കാമെന്ന് ഇനി ഇവർക്ക് കരുതാനാകുമോ? ഇവരുടെ ചെളിക്കുണ്ടിലേക്ക് കൈയിട്ടിറങ്ങിയാൽ ഇവരെ എക്സ്പോസ് ചെയ്യാൻ എത്ര കേസുകളുണ്ട് ഈ രാജ്യത്ത്. അത് ഓരോന്നായിട്ട് പുറത്തെടുത്താൽ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? വിനാശകാലേ വിവിധ ബുദ്ധി എന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. അത് തന്നെയാണ് സോണിയാഗാന്ധിയെ കുറിച്ചും ഇപ്പൊ പറയാനുള്ളത്. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന സംഭവം, അർണോബിനെ പോലുള്ള ഒരാളെ ആക്രമിക്കുന്ന സംഭവം, അത് ചെറിയ കാര്യമല്ല. അത് രാജ്യം ഗൗരവത്തിലെടുക്കും. രാജ്യത്തെ ഗവൺമെന്റിന് അത് ഗൗരവത്തിലെടുക്കേണ്ടി വരും. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. മാധ്യമ സമൂഹം എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങളെപ്പോലുള്ളവര്.
എഡിറ്റേഴ്സ് ഗിൽഡിനെ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങള്, മാധ്യമ പ്രവർത്തകരുടെ സംഘങ്ങള് എങ്ങനെ ഇതിനെ കാണുന്നു എന്നാണ് ഞങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്. അതോ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കാല് തിരുമാൻ എഡിറ്റേഴ്സ് ഗിൽഡിന്റെ മറ്റും ഭാരവാഹികൾ പോകുമോ എന്നതും രാജ്യം ഈ സമയത്ത് തിരിച്ചറിയും എന്നതും കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചെറിയ പ്രശ്നമല്ല. ഇത് കേരളത്തിലെ പലപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് നേരെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാർക്സിസ്റ്റുകാരുടെ മുമ്പിൽ പുച്ഛ മടക്കി നിന്ന മാധ്യമ സുഹൃത്തുക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും മാധ്യമ സ്ഥാപനത്തിന്റെ അധിപന്മാര് കടന്നാക്രമണത്തിന് കേരളത്തിൽ പോലും വിധേയമായിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോലും CITUക്കാരെ കൊണ്ട് അവര് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒക്കെ കല്ലേറ് നടത്തിയിട്ടുണ്ടാവും, പത്രം കത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്റർക്ക് നേരെ, ചീഫ് എക്സിക്യൂട്ടീവിന് നേരെ കടന്നാക്രമണം നടത്തിയിട്ടില്ല. ഇത് യൂത്ത് കോൺഗ്രസുകാരാണ് നടത്തിയത്. ഈ ആക്രമണത്തെ തുടർന്ന് പിടിയിലായ രണ്ടുപേരുടെയും പ്രൊഫൈലുകൾ ഇന്ന് ആ റിപ്പബ്ലിക് ചാനൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും യൂത്ത് കോൺഗ്രസ് ബന്ധം വ്യക്തമാണ് അതിൽ നിന്ന്. ആ രണ്ടുപേരും മുതിർന്ന ദേശീയ കോൺഗ്രസ് നേതാക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ അവരുടെ പ്രൊഫൈലുകളിലുണ്ട്, അവരുടെ സമൂഹ മാധ്യമ പ്രൊഫൈലുകളിൽ കാണാം. അപ്പൊ കോൺഗ്രസുകാർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷെ ഈ കുരുട്ട് ബുദ്ധി ഉണ്ടല്ലോ, ആ കുരുട്ട് ബുദ്ധി ഉടലെടുത്തത് എവിടെയാണെന്ന് കോൺഗ്രസുകാർ ചിന്തിക്കണം. AK ആന്റണിയെ പോലെ വിവരമുള്ള പക്വതയുള്ള കോൺഗ്രസുകാർ ഡൽഹിയിലുണ്ട്. അവര് മനസ്സും ബുദ്ധിയും പണയം വയ്ക്കാതെ, അവര് മനസ്സും ബുദ്ധിയും വേറെ ആർക്കും കാഴ്ചവെക്കാതെ ചിന്തിച്ചിട്ട് തങ്ങളുടെ നേതാക്കന്മാരെ ഉപദേശിക്കാൻ ശ്രമിക്കണം ഈ സമയത്തെങ്കിലും. ഇത് നാണക്കേടാ, രാജ്യത്തിന് നാണക്കേടാണ്. ഒന്നുകൂടി നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം, നാളെ മുതൽ ഈ അർണോബ് എന്തായിരിക്കും സോണിയ പരിവാറിനെതിരായിട്ട് ചെയ്യാൻ പോകുന്നത്? അർണോബിന്റെ ചാനലിന്റെ റേറ്റിംഗ് എന്താണ് ഇന്നിപ്പോ? അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ ഇറ്റാലിയൻ പരിവാറിന് കഴിയുമോ? എനിക്ക് തോന്നണില്ല. തെറ്റ് പറ്റി എന്ന് ക്ഷമ പറയുന്നതാണ് ബുദ്ധി, മാപ്പ് പറയുന്നതാണ് ബുദ്ധി. കോൺഗ്രസുകാരായ രണ്ട് ഗുണ്ടകളെ പുറത്താക്കിയതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസുകാർക്ക് സദ്ബുദ്ധി ഉണ്ടാകട്ടെ, സോണിയാഗാന്ധിക്കും മക്കൾക്കും സദ്ബുദ്ധി ഉണ്ടാകട്ടെ, മരുമകനും സദ്ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.